നമുക്ക് സപ്ലൈകോയ്ക്ക് 3 തരം കിറ്റുകളാണ് ഇത്തവണ ഓണത്തിന് കൊടുക്കുന്നത്. 1 അത്തം കിറ്റ്, 2 ഉത്രാടം കിറ്റ്, 3 തിരുവോണം കിറ്റ്. 1880 രൂപയുടെ സാധനം 1500 രൂപയ്ക്ക് കൊടുക്കും. ഉത്രാടം കിറ്റിൽ 25 ഐറ്റമാണുള്ളത്. ഒരു ശർക്കര പൊടി, ഒരു അച്ചാറ്, പിന്നെ ശബരിയുടെ ഉലുവ, ശബരിയുടെ മല്ലിപ്പൊടി, ശബരിയുടെ ഒരു പായസം മിക്സ്, കടല 1 കിലോ, ജീരകം, മഞ്ഞൾപ്പൊടി 1 പാക്കറ്റ്, പപ്പടം. കാർഡ് വേണ്ട, നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഇത് എടുത്തു കൊടുക്കുകയാണ്. സെയിൽ നല്ല സെയിലാണ്. രാത്രിയിലാണ് കൂടുതൽ കച്ചവടം വരുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ 1280 രൂപയുടെ അത്തം കിറ്റ് 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിന് സമീപം നടക്കുന്ന സപ്ലൈകോയുടെ ഓണം ഫെയറിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സപ്ലൈകോ അവതരിപ്പിക്കുന്ന 3 ഓണം കിറ്റുകളാണ്. അത്തം, ഉത്രാടം, തിരുവോണം എന്നീ പേരുകളിലാണ് 3 കിറ്റുകളുള്ളത്. എന്തൊക്കെയാണ് ആ കിറ്റുകളിലുള്ളത്, എത്രയാണ് അതിൻ്റെ വില പരിശോധിക്കാം. നമുക്ക് സപ്ലൈകോയ്ക്ക് 3 തരം കിറ്റുകളാണ് ഇത്തവണ ഓണത്തിന് കൊടുക്കുന്നത്. 1 അത്തം കിറ്റ്, 2 ഉത്രാടം കിറ്റ്, 3 തിരുവോണം കിറ്റ്. അത്തം കിറ്റ് 1280 രൂപയുടെ സാധനം 1000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഉത്രാടം കിറ്റ് വരുന്നത് 1880 രൂപയുടെ സാധനം 1500 രൂപയ്ക്ക് കൊടുക്കുന്നു. പിന്നെ 2540 രൂപയുടെ ഐറ്റമാണ് 2000 രൂപയ്ക്ക് നമ്മൾ തിരുവോണം കിറ്റായിട്ട് കൊടുക്കുന്നത്. അരി നമ്മൾ ആ കസ്റ്റമർ പറയുന്ന കുത്തരി അല്ലെങ്കിൽ ജയ അരി അതാണ് കൊടുക്കുന്നത്. അത് അത്തം കിറ്റിന് 3 കിലോ, ഉത്രാടം കിറ്റിന് 5 കിലോ, തിരുവോണം കിറ്റിന് 10 കിലോ. അത്തം കിറ്റിനകത്ത് 3 കിലോ അരി അവർ പറയുന്നത് കൊടുക്കും. പിന്നെ ആൽബട്ടി, ഒരു ശർക്കര പൊടി 1 കിലോയുടെ ഒരു പാക്കറ്റ്, ഒരു അച്ചാറ്, പിന്നെ ശബരിയുടെ ഉലുവ, ശബരിയുടെ മല്ലിപ്പൊടി, ശബരിയുടെ ഒരു പായസം മിക്സ്, കടല 1 കിലോ, മല്ലിപ്പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി 1 പാക്കറ്റ്, പപ്പടം, 50 ഗ്രാമിൻ്റെ മിൽമയുടെ ഒരു നെയ്യ്, 1 പാക്കറ്റ് ഉപ്പുപൊടി, ഒരു സാമ്പാർ പൊടി, തുവരപ്പരിപ്പ് 1 കിലോ, ഗോൾഡിൻ്റെ ശബരി തേയില 1/4 ഒരു പാക്കറ്റ്, കടുക് 1 പാക്കറ്റ്, പായസപ്പരിപ്പ് 1/4 കിലോ, അപ്പം പൊടി 1/4 ഒരു പാക്കറ്റ്, പഞ്ചസാര 1 കിലോ, പിന്നെ ഒരു മുളക് പൊടി 100 ഒരു പാക്കറ്റ്, 1 പാക്കറ്റ് വെളിച്ചെണ്ണ. ഇതാണ് 1000 രൂപയുടെ കിറ്റ്. ഇതിൻ്റെ കൂടെ 3 കിലോ അരിയും കൂടെ ഉണ്ട്. ഉത്രാടം കിറ്റിൽ 25 ഐറ്റമാണുള്ളത്. പഞ്ചസാര 1 കിലോ പഞ്ചസാരയുണ്ട്, തുവരപ്പരിപ്പ് 1 കിലോ ഉണ്ട്, പായസപ്പരിപ്പ് 1/4 കിലോ ഉണ്ട്, ഒരു ഉലുവയുടെ പാക്കറ്റ്, കടുകിൻ്റെ ഒരു പാക്കറ്റ്, മഞ്ഞൾപ്പൊടിയുടെ 1 പാക്കറ്റ്, നെയ്യ് അതുപോലെ 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ഗോൾഡിൻ്റെ തേയില 1/4, ശർക്കരപ്പൊടി 1 കിലോ, 1 പാക്കറ്റ് ഉപ്പുപൊടി, ഒരു സേമിയയുടെ പായസം മിക്സ്, 1 പാക്കറ്റ് അച്ചാറ്, കടല 1 കിലോ, പപ്പടം, 50 ഗ്രാമിൻ്റെ കായംകട്ട, ശബരിയുടെ പായസക്കൂട്ട്, മുളക് പൊടി, ഒരു രസത്തിൻ്റെ പാക്കറ്റ്, 1 പാക്കറ്റ് ജീരകം, ഒരു അപ്പം പൊടിയുടെ 1/2 പാക്കറ്റ്, 1 പാക്കറ്റ് വെളിച്ചെണ്ണ, 1 പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 5 കിലോ അരിയുണ്ട്. ഇതാണ് ഉത്രാടം കിറ്റിലെ. തിരുവോണം കിറ്റ് ഇതിനകത്ത് മൊത്തം 30 ഐറ്റമാണ്. അരിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. അരി 10 കിലോയുണ്ട്. അതിനകത്ത് 1 പാക്കറ്റ് ഉപ്പുണ്ട്, ഉഴുന്ന് 1 കിലോ, കടല 1 കിലോ, വൻപയർ 1 കിലോ, 1 പാക്കറ്റ് പഞ്ചസാര, 1 കിലോയുടെ പുട്ടുപൊടി, പായസക്കൂട്ട്, രസത്തിൻ്റെ ഒരു പൗഡർ, 1 പാക്കറ്റ് പപ്പടം, ഉലുവയുടെ 1 പാക്കറ്റ്, പെരിഞ്ജീരകം 1 പാക്കറ്റ്, ഗരം മസാല 1 പാക്കറ്റ്, കടുക് 1 പാക്കറ്റ്, ജീരകം 1 പാക്കറ്റ്, മഞ്ഞൾപ്പൊടി 100 ഒരു പാക്കറ്റ്, അപ്പം പൊടി 1/2 ഒരു പാക്കറ്റ്, കായംകട്ട 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, ഒരു പായസത്തിൻ്റെ മിക്സ്, ശർക്കരയുടെ പൊടി 1/2 ഒരു പാക്കറ്റ്, തുവരപ്പരിപ്പ് 1/2 കിലോ, പായസപ്പരിപ്പ് 1/4 കിലോ,
മുളക് പൊടി 100-ൻ്റെ ഒരു പാക്കറ്റ്, സാമ്പാർ പൊടി ഒരു പാക്കറ്റ്, മല്ലിപ്പൊടി ഒരു പാക്കറ്റ്, തേയില കാലിൻ്റെ ഒരു പാക്കറ്റ്, 100-ൻ്റെ ഒരു നെയ്യ്, ഒരു പാക്കറ്റ് അച്ചാറിൻ്റെ ഒരു ബോട്ടിൽ, ഒരു സൺഫ്ലവർ ഓയിൽ, 1-ൻ്റെ ഒരു വെളിച്ചെണ്ണ. ഇത്ര അടങ്ങുന്നതാണ് ഇത്. വാങ്ങണമെന്നുണ്ടെങ്കിൽ റേഷൻ കാർഡോട്ട് വരണോ? അങ്ങനെ വേണ്ട, കാർഡ് വേണ്ട. നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ഇത് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർഡില്ലാത്തവർക്കും വാങ്ങിക്കാം. അരി അവർ പറയുന്നതായതുകൊണ്ട് ലൈവ് ഈ സാധനം അവർ വന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുക ചെയ്യുന്നത്. റേഷൻ കാർഡുമായിട്ട് വരുന്നവർക്ക് 13 ഇനം സബ്സിഡി സാധനങ്ങളുണ്ട്. അതുകൂടാണ്ട് അവർക്ക് സബ്സിഡി ഇതര സാധനങ്ങളും മാവേലി ഐറ്റം എല്ലാം ഉണ്ട്. പിന്നെ നോൺ മാവേലി സാധനങ്ങൾ അങ്ങനെയെല്ലാം അവർക്ക് വാങ്ങിച്ചത്. അതിൽ നോൺ മാവേലി 5% MRP-യേക്കാൾ 5% കുറഞ്ഞാണ് കൊടുക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ സെയിൽ? എങ്ങനെയുണ്ട് സെയിൽ? നല്ല സെയിലാണ്. രാത്രിയിലാണ് കൂടുതൽ കച്ചവടം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ 1280 രൂപയുടെ അത്തം കിറ്റ് 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉത്രാടം കിറ്റിന് 1880 ആണ്, 1500 രൂപയ്ക്കും. തിരുവോണം കിറ്റ് 2540 അത് 2000 രൂപയ്ക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ട്. നമുക്കിവിടെ അതിൻ്റെ ആ വിലവിവര പട്ടിക തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ ഓരോ കിലോയ്ക്കും അല്ലെങ്കിൽ ഓരോ പാക്കറ്റ് സാധനങ്ങൾക്കും എത്ര രൂപയാണ് വിലയെന്ന്. അപ്പോൾ വളരെ നല്ല ഒരു ഓഫർ തന്നെയാണിത്. റേഷൻ കാർഡ് വേണ്ട എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആർക്ക് വന്നാലും ഇവിടെ വന്ന് വാങ്ങാം. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.